ഒരു യുവ നേതാവിനെതിരെ വലിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഉയരുകയാണ്. യുവനേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ്. ജനപ്രതിനിധിയായ യുവനേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായി. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, വിലക്കിയപ്പോൾ തന്നേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ പീഡനക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്കെന്നാണ് പറഞ്ഞത്. അശ്ലീല സന്ദേശം അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നും റിനിയുടെ മറുപടി. അനുഭവം അതിൽ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. അത് ഞാൻ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ളതെല്ലാം ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി. അല്ല, അത് പേര് പറയാത്തതിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട്. അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും. ഞാൻ വാൺ ചെയ്തിരുന്നു, ഫയർ ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിപ്ലൈ ആണ് ഞാനിങ്ങനെ സംസാരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. പുള്ളി പറഞ്ഞു, സ്ത്രീപീഡകരായിട്ടുള്ള പ്രമാദമായ സ്ത്രീപീഡന കേസിൽ അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൽ സത്യത്തിൽ ഞാൻ കിടങ്ങിപ്പോയി. ശരിയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് വിചാരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആവാലോ, നമുക്ക് സംരക്ഷണം കിട്ടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നുള്ളത്. അതാണ് എന്നെ വളരെ ഷോക്കിംഗ് ആക്കിയത്. അതായത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അല്ലേ? ഉണ്ടാകാം. വാർത്തയുടെ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഇപ്പോൾ റിനി പറഞ്ഞ ഒരു വാചകമാണ് ഏറെ ശ്രദ്ധേയം, ഹൂ കെയേഴ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുവ നേതാവിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായി. ഓൺലൈൻ വാർത്തകളിലെല്ലാം ഈ യുവ നേതാവ് ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ് എന്നായിരുന്നു. അതാണ് ഇപ്പോൾ ആ നേതാവിനെ കുറിച്ച് ഉള്ള സൂചന നമ്മുടെ മുന്നിൽ വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. പക്ഷേ അത് പറയാൻ തയ്യാറല്ല. പക്ഷേ കൃത്യമായ സൂചനകൾ എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ്. വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, കേരളത്തിലെ ഒരു MLA കൂടിയായ, ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു യുവ നേതാവിനെതിരെയാണ് ഇപ്പോൾ ഈ യുവ നടിയും മോഡലും ഒക്കെയായ റിനി ആൻ ജോർജ് ഗുരുതരമായ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമൊക്കെയായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അത് ആരാണ്? ആ യുവ നേതാവിൻ്റെ പേര് തൽക്കാലം റിനി പറയുന്നില്ല. വരും ദിവസങ്ങളിൽ അവർ ആ പേര് വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് അവർ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഹൂ കെയേഴ്സ് എന്നൊക്കെ ഉള്ള ഒരു മനോഭാവമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അത് എന്ന് റിനി പറയുന്നുണ്ട്. അത് നമ്മൾ ഈ കഴിഞ്ഞ വളരെ അടുത്തൊരു സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്ന് നമ്മൾ ഈ ഹൂ കെയേഴ്സ് കേട്ടതാണ്. ആരെന്ത് പറഞ്ഞാലും തനിക്ക് യാതൊരു കുലുക്കവുമില്ല, അതാരും മൈൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ സംസാരിച്ചൊരു യുവ നേതാവിനെ നമുക്കറിയാം. എന്തായാലും ആ യുവ നേതാവ് സംശയത്തിൻ്റെ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. വരും ദിവസങ്ങളിൽ റിനി തന്നെ ആ കാര്യം വെളിപ്പെടുത്തും. ഒരുപക്ഷെ നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഒക്കെ ആ ഒരു പേര് റിനിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും ഈ രാഷ്ട്രീയ നേതാവുമായി, യുവ നേതാവുമായി റിനി പരിചയപ്പെടുന്നത് 3.5 വർഷം മുമ്പാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ യുവ നേതാവ് സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ അശ്ലീല സന്ദേശങ്ങളിലേക്ക് വഴിമാറിയപ്പോഴേക്കും ഇവർ പറഞ്ഞു, അവർ വാൺ ചെയ്തു, ഇനി മേലിൽ തനിക്ക് ഇത്തരം സന്ദേശങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും അയാൾ വിടാതെ പിന്തുടർന്നു. പിന്നീട് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നും റിനി പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്തിടെയായി യുവ നേതാവിനെതിരെ പല തരത്തിലുള്ള പരാമർശങ്ങൾ, പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ യുവ നേതാവിനെതിരെ ഉണ്ടായി. പല വെളിപ്പെടുത്തലുകളുണ്ടായി. യുവ നേതാവിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ ഉയർന്നു വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് റിനി ഇപ്പോൾ തനിക്കുണ്ടായ ഒരു ദുരനുഭവവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ആ യുവ നേതാവിൻ്റെ പേര് ഉടൻ തന്നെ റിനി പറയുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ യുവ നേതാവിനെ കുറിച്ച് ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതൃത്വത്തോട് അവർ
പരാതി പറഞ്ഞിരുന്നു. പക്ഷെ പരാതി പറയാൻ ചെന്നപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു എന്നാണ് റിനി പറയുന്നത്. കാരണം പരാതി പറയാൻ ചെന്നപ്പോൾ ഒരു നേതാവ് പറഞ്ഞത്, ആ പാർട്ടിയിൽ തന്നെ ഒരു നേതാവ് പറഞ്ഞത് അത് അവൻ്റെ മിടുക്ക് എന്നാണ്. തീർച്ചയായും ഇത്തരത്തിൽ പരാതി പറയാൻ ചെല്ലുന്ന ഒരു പെൺകുട്ടിക്ക് ഇത് അവൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് വേറൊരാളോട് പരാതി പറയാൻ, അവിടെ ആ അധ്യായം അടഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഒരു പരാതി പറഞ്ഞാലും അവർക്കൊരു നീതി അവിടെ നിന്ന് കിട്ടണമെന്നില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിനോടടക്കം താൻ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് റിനി പറയുന്നത്. എന്തായാലും ഈ യുവ നേതാവിനോട് അവർ പലതവണ പറഞ്ഞു, താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ, താങ്കളുടെ രാഷ്ട്രീയ ഭാവി ഓർത്തെങ്കിലും ഇത്തരത്തിൽ മോശമായി മെസ്സേജുകൾ അയക്കരുത്, ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ആ യുവ നേതാവ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇതിനേക്കാൾ വലിയ സ്ത്രീ പീഡനങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, അതുകൊണ്ട് തനിക്കിതൊന്നും ഒരു പ്രശ്നവുമില്ല, ഹൂ കെയേഴ്സ് എന്ന് അവിടെയും അയാൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ യുവ നേതാവ് എന്നുള്ള ആ ഒരു സംശയങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്ന യുവ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഈ യുവ നേതാവ് എന്ന് എടുത്തെടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷേ ആ സമയത്തൊന്നും അവർ അത് പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. വേണമെങ്കിൽ ഒരുപക്ഷെ അവർ ഉടനെ തന്നെ ആ പേര് പറയും. എന്തായാലും തൽക്കാലം ആ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല എന്നാണ് റിനി പറഞ്ഞത്. എന്തായാലും ഈ യുവ നേതാവിൽ നിന്ന് ദുരനുഭവങ്ങൾ തനിക്കുണ്ടായി. ഇനിയെങ്കിലും ഇത്തരത്തിൽ പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും ഈ പറയുന്ന യുവ നേതാവിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും അവർ അതൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറാവണം. അല്ലെങ്കിൽ അയാളെ പോലുള്ള ആളുകൾക്ക് വളരാനായി വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായവർ എല്ലാവരും തന്നെ ഓരോരുത്തർക്കും ഉണ്ടായ കാര്യങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരിക തന്നെ വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അതായത് പറയേണ്ടി വന്നു, അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തനിക്ക് ആരെയും പേടിയില്ല. പക്ഷെ നിയമപരമായി പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തൽക്കാലം നിയമപരമായി പോകുന്നില്ല. ഈ യുവ നേതാവിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളോട് താൻ പരാതിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്താണ് എന്ന് കൂടുതൽ വേണ്ട കാര്യങ്ങളൊക്കെ കുടുംബത്തോടൊപ്പം ആലോചിച്ച് ചെയ്യുമെന്നാണ് റിനി പറഞ്ഞിട്ടുള്ളത്. നീലിമ.